വെറും ട്രൂ ചോയ്സ് അല്ല, കാർലെറ്റ് ബൈ ട്രൂ ചോയ്സ്. കാർലെറ്റ് ബൈ ട്രൂ ചോയ്സ്. ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? വർക്കൊന്നുമില്ല, വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഇല്ല. ജസ്റ്റ് ഒരു 3000 കിലോമീറ്റർ ഓടിനേഷൻ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുക, നോർമൽ ചെക്കപ്പ് സർവീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 3000 കഴിഞ്ഞിട്ട്. പഴയ ഷോറൂമില്ല ട്രൂ ചോയ്സിന്, പഴയ ഷോറൂം, അതായത് കാർലെറ്റ് പഴയ ഷോറൂം തൊട്ടപ്പുറത്ത്. അവിടെ ബഡ്ജറ്റ് സെഗ്മെന്റ് ആക്കാൻ പോവാണ് അല്ലേ? അതെ, ബഡ്ജറ്റ് സെഗ്മെന്റ് 2 വർഷത്തിൽ താഴെയുള്ള വണ്ടികൾ മാത്രം. അപ്പോൾ 7000 രൂപ സംതിങ് നമുക്ക് കയ്യിൽ നിന്ന് മാസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഒരു വാഹനം. 40,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടാൽ മതി. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ആൾ 100% അല്ലെങ്കിൽ 100% ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണോ പ്രശ്നം വരുന്നത് ആ പ്രശ്നത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രൂ ചോയ്സിൽ അനീസ് ഖാന്റെ കൂടെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോവാണ്. വെറും ട്രൂ ചോയ്സ് അല്ല, കാർലെറ്റ് ബൈ ട്രൂ ചോയ്സ്. കാർലെറ്റ് ബൈ ട്രൂ ചോയ്സ് പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ? ടീം ടെക്കിന്റെ വീഡിയോയിലാണ് ആദ്യമായിട്ട് പറഞ്ഞു തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായി അതിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ? കാർലെറ്റിന്റെ ബ്രാൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ട്രൂ ചോയ്സ് എന്നുള്ളത് കാർലെറ്റിനുള്ള ബ്രാൻഡിലാണ് അറിയപ്പെടുക. കാർലെറ്റ്. ഓക്കെ, അപ്പോൾ അതിന്റെ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാർലെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബോർഡൊക്കെ മാറ്റും അല്ലേ? മൊത്തം 1 by 1 ആയിട്ട് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഇതുവരെ ട്രൂ ചോയ്സ് കണ്ടവർ പെട്ടെന്ന് കാർലെറ്റ് എന്താണ് സംഭവം എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ അറിയിച്ചുകൊടുക്കാണ്. ഒന്നുമില്ല, ബ്രാൻഡിങ്ങോടനുബന്ധിച്ച് നമ്മുടെ ട്രേഡ് മാർക്ക് കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ട്രൂ ചോയ്സിന് അത് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം കാർലെറ്റ് പേരിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ കാർലെറ്റിന്റെ കുറെ സബ് ഐറ്റംസുകൾ കുറെ വരാനുണ്ട്. കാർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കോമൺ നെയിം എന്നുള്ള രീതിയിലാണ് കാർലെറ്റ് എന്നുള്ളൊരു പേര് മാറുന്നത്. അത് മാത്രമല്ല, പഴയ ഷോറൂമില്ല ട്രൂ ചോയ്സിന്, പഴയ ഷോറൂം, അതായത് കാർലെറ്റ് പഴയ ഷോറൂം തൊട്ടപ്പുറത്ത്. അവിടെ ബഡ്ജറ്റ് സെഗ്മെന്റ് ആക്കാൻ പോവാണ് അല്ലേ? അതെ, ബഡ്ജറ്റ് സെഗ്മെന്റ് 2 വർഷത്തിൽ താഴെയുള്ള വണ്ടികൾ മാത്രം. ഒരു 2-2.5 ചെറുവാഹനങ്ങളെല്ലാം ഒരു സെക്ഷനിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചെറുവാഹനങ്ങളാണ് നേരെ അങ്ങോട്ടേക്ക് പോകും. മൊത്തം പരന്ന് കിടക്കണം. ഇത് ചെറുവാഹനങ്ങൾ സെക്ഷൻ ആക്കിയിട്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പാർക്ക് ചെയ്യുന്നത് എല്ലാം എത്ര വണ്ടി നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഒരു 2-2.5 ബഡ്ജറ്റ് ഒക്കെ മൊത്തം ഒരു സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ കസ്റ്റമർ ആ ഒരു പ്ലേസിൽ മാത്രം പോയാൽ മതി. ഓക്കെ, അതിന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പാണ്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു കുന്നിന്റെ മുകളിലാണ്. വിജനമായ മഴ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ ഒന്നും? കുന്നിന്റെ മുകളിലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, മൊത്തത്തിൽ നമ്മുടെ നാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്, വയനാട് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാവരും തീർച്ചയായിട്ടും വയനാട് വേണ്ട സഹായങ്ങൾ എല്ലാവരും നല്ല സബ്സ്ക്രൈബേഴ്സ് എന്ത് സഹായം ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, നമ്മളെ കൊണ്ട് എല്ലാവരും കൊണ്ടും പറ്റുന്ന ചെറിയ സഹായങ്ങളാണെങ്കിലും അത് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ട്രൂ ചോയ്സിനെ കൊണ്ട് പറയാനുള്ളത് വെച്ചാൽ എല്ലാവർക്കും അറിയാം 100 മുകളിൽ വാഹനങ്ങൾ വെക്കുന്നതാണ് മാസം അല്ലേ? കഴിഞ്ഞ മാസം പോയിട്ടുണ്ടോ? കഴിഞ്ഞ മാസം 117-120 അടുത്തായി പോയിട്ടുണ്ട്. ആ ഒരു ട്രസ്റ്റ് എന്ന് വെച്ചാൽ ട്രസ്റ്റ് തന്നെയാണ്, വേറെ ഒന്നല്ല. കാരണം തീർച്ചയായിട്ടും ആളുകൾ വന്നാൽ അത്രയും സ്റ്റോക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരു വണ്ടി കാണാൻ വന്ന ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് പോകും, അത്രയും സ്റ്റോക്ക് ഉണ്ട്. ഇത് മാത്രമല്ല സ്റ്റോക്ക്, ഇത് ഇത്രയും ലിമിറ്റഡ് ആണ്. ഇത് കൺജസ്റ്റഡ് ആയിട്ട് വണ്ടി ഇനിയിപ്പോൾ ഇതിന്റെ പുറത്ത് ഒരു ഷോറൂമുക്കുള്ള വേറെ സ്റ്റോക്ക് പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എവിടെ പാർക്ക് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടുള്ള ഞാൻ ആലോചിച്ചിട്ടാണ്. അത് പുതിയ വാഹനങ്ങൾ അങ്ങനെ വരുന്നു, ഇതിനകത്ത് കയറ്റാൻ സ്ഥലമില്ലാതെ അത്രയും സ്റ്റോക്ക്. പക്ഷേ 290 അടുത്ത് ഇപ്പോൾ സ്റ്റോക്കാണ്. 300 അടുപ്പിച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഒരു പറമ്പ് നിറച്ച് പുതിയ വണ്ടികൾ വന്നിട്ട് കയറാൻ പെൻഡിങ് ആയിട്ട് കിടക്കുക. ശരി, ഓക്കെ. എന്തായാലും അനീസ്ക വില പൊടിച്ചു കൊടുക്കാറ് നമ്മള് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് ഈ മാസമൊക്കെ മാക്സിമം സെയിൽ കൂട്ടണം. കാരണം അത് കഴിഞ്ഞ മാസം കുറച്ച് ഡൗൺ ആയില്ല. ഒരു ഡൗൺ എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ മാസത്തെ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ആ ലാസ്റ്റ് ദിവസങ്ങൾ കുറച്ച് ഡൗൺ ആയി. സാധാരണ മന്തിൽ അത്യാവശ്യം നമ്മൾ ഓഫർ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ള ചെറിയൊരു 10 നമ്പർ കുറഞ്ഞു എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും ബെസ്റ്റ് പ്രൈസുള്ള വാഹനങ്ങളിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ടാറ്റ നെക്സോൺ ആണ്, KL2 കൊല്ലം വണ്ടി. ന്യൂ ഷേപ്പിന്റെ തൊട്ട് മുമ്പുള്ള ഷേപ്പാണ്. വാഹനം എങ്ങനെയാണ്? നെക്സോൺ 2020 മോഡൽ. ഓക്കെ, പെട്രോൾ എഞ്ചിൻ സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ. നോർമൽ ഔട്ടാണ്, പെട്രോൾ എക്സം വേരിയന്റ് ചെയ്യുന്ന വാഹനമാണ്. എക്സം ആയതുകൊണ്ട് തന്നെ നോർമൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കി ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ലൊരു നെക്സോണിൽ ഒരു അടിപൊളി കളറാണ്, ഹൈലൈറ്റ് ഒരു കളർ കൂടിയാണിത്. പെട്രോൾ ആയതുകൊണ്ട് ആവറേജ് ഒരു 13-14-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. 12 to 15 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. നല്ല യാത്രാ കംഫർട്ട്, നല്ല കുറ്റിയുറപ്പുള്ള സേഫ്റ്റി ഉള്ള വാഹനം. ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഇല്ല. ജസ്റ്റ് ഒരു 3000 കിലോമീറ്റർ ഓടിനേഷൻ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുക, നോർമൽ ചെക്കപ്പ് സർവീസ് ചെയ്ത് കൊടുക്കുക. 3000 കഴിഞ്ഞിട്ട് ചെയ്യാനല്ലോ ഇപ്പൊ നിലവിൽ കാര്യങ്ങൾ. 53 ഓടിയത് 55 ജസ്റ്റ് ഒരു നോർമൽ ചെക്കപ്പ്, 60 മെയിൻ സർവീസ്. എത്ര കൊടുക്കത്? ഈ നെറ്റ് നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. ഇൻഷുറൻസ് അടക്കം നമുക്ക് ചെയ്ത് കൊടുക്കാം. 660 2020 നെക്സോൺ ആണ്, എക്സം വേരിയന്റ്. 53,000 ഓടി, ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ. എല്ലാം ഉണ്ട്. ലോൺ മാക്സിമം കിട്ടുമല്ലോ?
മാക്സിമം ലോൺ കൊടുക്കാം. അപ്പോൾ 2020 നെക്സോൺ ആണ്, XM 53,000 കിലോമീറ്റർ, 6,60,000 നെറ്റ് റേറ്റ് ആണല്ലേ? നെറ്റ് റേറ്റ് ആണ്. ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം 6,60 നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഫുൾ ലോണും കിട്ടാൻ ചാൻസ് ഉള്ള വാഹനം. എത്ര EMI വരും 5 വർഷത്തേക്ക്? 5 വർഷത്തേക്കായിരിക്കും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് വലിയ എമൗണ്ട് ആയതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്നാൽ ഏകദേശം ഒരു 15 രൂപേൻ്റെ റേഞ്ചിലാണ് EMI വരിക. 15,000. ഓക്കെ. മഹീന്ദ്ര KUV ആണ്. KL 44 സോറി KL 4 ആണ്. ഓക്കെ. ആലപ്പുഴ രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. ഇത് 2016 മോഡൽ, സിംഗിൾ ഓൺഷിപ്പിൽ വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ അല്ല, പെട്രോൾ എഞ്ചിനാണ്. K6 എന്നുള്ള വേരിയന്റ് ആണ്. 6 സീറ്റർ ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. K8 തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. വേരിയന്റ്. ഓക്കെ. വേറെ പരിക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഡാമേജ് കാര്യങ്ങൾ. പെട്രോൾ ഒരു 15 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം. 15 മാക്സിമം ആ റേഞ്ച്. ഓക്കെ. ഹൈറ്റിലിരുന്ന ഒരു ജീപ്പിലൊക്കെ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന അതേ ഒരു ഫീലിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഓടിച്ചു വന്ന വണ്ടി ഇതാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. കറക്റ്റ് നമുക്ക് ഒരു ബസ് അല്ലെങ്കിൽ ജീപ്പ് ഓടിക്കുന്ന ആ ഒരു ഫീലിൽ ലാഘവത്തോടു കൂടി ഓടിക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. ആ ഒറ്റ പ്രശ്നം തുരുമ്പ് തന്നെ ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ. മഹീന്ദ്രക്ക് മൊത്തത്തിലുള്ള കൊണ്ടിട്ടിട്ട് നശിപ്പിക്കാൻ പാടില്ല, കയറും. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റംസ്, അണ്ടർലോക്ക്, സ്റ്റാരിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് എല്ലാം ഉണ്ടാവും. എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും വരുന്നുണ്ട്. നെറ്റ് നമുക്ക് 3,15,000 രൂപ കൊടുക്കാം. 3,15 2016 വെറും 24,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ഓക്കെ. ഒന്നും പറയാനില്ല. ലോണ് ഒരു 2,60 ലോൺ കൊടുക്കാം. EMI ഏകദേശം ഒരു 7 സംതിങ് വെച്ചിട്ട് കിട്ടും. ഓക്കെ. 5 വർഷം വരെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഹോണ്ട ജാസ് ആണ്. ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനം. KL 36 രജിസ്ട്രേഷൻ ആണ്. അതെ. എങ്ങനെയാ? 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 65,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിന്. ഓക്കെ. വി നല്ല വേരിയന്റ് ആണ് വരുന്നത്. വി ആയതുകൊണ്ട് തന്നെ ഈ ജാസില് ഫുൾ അല്ലായിരുന്നു. VX ഉണ്ടോന്ന് കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC, പിന്നെ സ്റ്റാരിംഗ് കൺട്രോള്, ക്രൂയിസ് കൺട്രോള് ഇല്ല, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 വണ്ടിയാണ്. അത്രയും വർഷമാണ്. നോർമൽ ഓട്ടാണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ വാഹനമാണ്. ഒരു 12 to 15 ഏകദേശം മൈലേജ് കിട്ടും. 15 മൈലേജും കിട്ടും. വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളും IVTEC എഞ്ചിൻ ആയതുകൊണ്ട് ഒന്നും വരാനില്ല. മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഒന്നും വരാനില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേക്ക് വാഹനം. കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. കൊണ്ടുനടക്കാൻ പറ്റും. എത്ര കൊടുക്കും? ഇത് ഏറ്റവും 5,50,000 കൊടുക്കാം. നെറ്റ് റേറ്റില്ല? 5,50,000. 5.5 ലക്ഷത്തിന് 2017 V ഓപ്ഷൻ ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെട്രോൾ വാഹനമാണ്. ഓക്കെ. വേറെ പണിയോ കാര്യമോ ഒന്നും വരാനില്ല. ഇതിനും സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി, ഫുൾ ഷോറൂം സർവീസ് എല്ലാം ഉണ്ട്. എല്ലാ സർവീസ് ഹിസ്റ്ററി ഒക്കെ. ഓക്കെ. ലോൺ EMI കൂടെ ഒരു 4.25 റേഞ്ചിൽ നമുക്ക് ലോൺ 5-നുള്ളിലായിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 5 വർഷത്തേക്ക് ചെയ്യാം. ഏകദേശം 9 സംതിങ് വെച്ചിട്ട് EMI കിട്ടും. ഓക്കെ. റിനോ കൈഗർ ആണ്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ. സ്വന്തം മലപ്പുറം. ഡ്യുവൽ ടോൺ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്യുവൽ ടോൺ. 2021 മോഡലാണ്. RXZ സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല അടിപൊളി കളർ. മാനുവൽ. ഓക്കെ. മാനുവൽ നല്ലൊരു എന്താ പറയാ, കോമ്പാക്ട് SUV-യിൽ അത്യാവശ്യം ലുക്കുള്ള ഒരു സാധനമാണ്. ലുക്കും മൈലേജ് ഉണ്ടോ? ഈ ഇടയ്ക്ക് കൈഗറിനും മാഗ്നറ്റിനും കുറച്ച് ഡിമാൻഡ് കൂടി. അതെ തീർച്ചയായും. രണ്ടും ഒരേ ടൈപ്പാണ്. മാഗ്നറ്റ് കുറേ ഇറങ്ങുന്നത്. കൈഗറിൻ്റെ ഈ ലുക്കും ഉണ്ടായിരിക്കും കൂടുതലും. പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും കൂടെ ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് യൂസർ റിവ്യൂ കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ പേഴ്സണലി ഉപയോഗിച്ചിട്ട് മൈലേജും കാര്യങ്ങളും ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നമുക്കും അറിയാൻ പറ്റുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പം എത്രയാ? 21 മോഡൽ വരുന്ന വണ്ടിയാണ്. RXZ എല്ലാ ഫീച്ചേഴ്സ് അലോയ്സ് തുടങ്ങിയ എല്ലാ എല്ലാം വരും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം. 6,75,000 രൂപക്ക്. നെറ്റ് റേറ്റില്ല? നെറ്റ് റേറ്റിൽ 6,75 ഫൈനൽ റേറ്റ്. ഓക്കെ. 2021 ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ കൈഗറാണ്. മാനുവൽ. എനിക്ക് തോന്നുന്നു മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. ഒരു 13 to 17 റേഞ്ചൊക്കെ ഏകദേശം. 15 ആവറേജ് നമുക്ക് മൈലേജ് 15 കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഓക്കെ. ലോങ് ഡ്രൈവിലും എല്ലാം പോയാലും എന്തായാലും മര്യാദ കിട്ടും. പിന്നെ ഒരു നല്ലൊരു വലിയ വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. എഞ്ചിനാണെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട പെർഫോമൻസും കിട്ടുന്നുണ്ട്. ഓക്കെ. ലോണ് EMI നമുക്കൊരു 6,25,000 വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം ചെയ്യാം. കിട്ടും. ഓക്കെ. 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 14 സംതിങ് വെച്ചിട്ട് EMI വരും. ഓക്കെ. അടുത്തത് ഡാറ്റ്സൺ റെഡിഗോ ആണ്. ഒരു ചെറിയ വാഹനമാണ്. ഫേസ് ലിഫ്റ്റ് KL 8 രജിസ്ട്രേഷൻ. ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനം. ഏറ്റവും ന്യൂ ഷേപ്പ്. റെഡിഗോ ഇറങ്ങിയ സമയത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. നല്ല അത്യാവശ്യം ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാഹനം. 1 ലിറ്റർ അല്ലേ ഇത്? 1 ലിറ്റർ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളത്. പുതിയത് 1 ലിറ്റർ അല്ലേ? T ഓപ്ഷൻ എന്ന വേരിയന്റ് ആണ്. 2021 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 29,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. 3 വർഷം കൊണ്ട്. നോർമൽ റണ്ണിങ്.
വേറെ ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും ഈ ലേറ്റസ്റ്റ് ഷേപ്പിൽ വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ ഏറ്റവും ലുക്ക് വരുന്ന 2 വാഹനങ്ങളിൽ ഒന്നാണ് ഇത്. അതെ, റെഡി കിഡ് ഇതൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. മൈലേജ് 20ന്റെ മുകളിൽ എന്തായാലും മൈലേജ് ലഭിക്കുന്ന ഈ സെഗ്മെന്റിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ്. 22 കിലോമീറ്റർ നമുക്ക് എന്തായാലും ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഡാറ്റ്സൺ പൊതുവേ ഇപ്പോൾ വണ്ടി കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് പൊതുവെ ഇതുണ്ടാവില്ല. നിസാന്റെ ബ്രാൻഡ് തന്നെയാണ് ഡാറ്റ്സൺ. നിസാന്റെ അടുത്ത് തന്നെയാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്, നിസാന്റെ അവിടെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ചോദിക്കുന്നത് ഫൈനൽ? ഇത് നെറ്റ് നമുക്ക് 3 രൂപ കൊടുക്കാം. 3,00,000 ടി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വാഹനം. ഒരു ടൗൺ പർപ്പസിനൊക്കെ റെഡിഗോ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ, ടൗണിലേക്ക് ഇറക്കാൻ പറ്റിയ വാഹനം. മൈലേജ് ഉണ്ടാവും, എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ളൊരു വാഹനം. അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു വാഹനമാണ്. കാലത്തിന് ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ടയർ സൈസും കാര്യങ്ങളും അതും വരുന്നുണ്ട്. ഓടിക്കാൻ നല്ല കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം. ഓക്കെ. ലോണ് EMI 260 വരെ നമുക്ക് ലോൺ സൗകര്യം കൊടുക്കും. 5 വർഷത്തേക്ക് കൊടുക്കുക. ഏകദേശം ഒരു 7 സംതിങ് വെച്ചിട്ട് EMI ഉണ്ടാവും. അപ്പോൾ 7,000 രൂപ സംതിങ് നമുക്ക് കയ്യിൽ നിന്ന് മാസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഒരു വാഹനം. 40,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും മതി. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തൊരു 7 സീറ്റർ വാഹനമാണ് മഹീന്ദ്രയുടെ TUV 300 ആണ്. KL 33 രജിസ്ട്രേഷൻ. എവിടെയാ? ചങ്ങനാശ്ശേരി. ഓക്കെ. ഓർമ്മയുണ്ടായിരുന്നു. പറഞ്ഞോളൂ, എങ്ങനെയാണ്? 16 മോഡലാണ്. T8 എന്നുള്ള വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ്. T10 വരുന്നുണ്ടല്ലോ. 16 10 ഉണ്ട്. 16 10 ഉണ്ട്. 10 എന്തായാലും വരുന്നുണ്ട്. ഇനി 16 17 ഓക്കെ. T10 ആണ്. T8 ആണ്. സോറി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 76,000 കിലോമീറ്ററാണ് ഡീസൽ എഞ്ചിൻ വാഹനം ഓടിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. T8 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് അടക്കം വരും. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 7 സീറ്റർ ആണ് വാഹനം. 7 സീറ്റ് വാഹനം. മറന്നുകൊണ്ട് ലുക്ക് കണ്ടിട്ട് ഇതാണ്ട 7 സീറ്റർ ആണ്. നമുക്കൊരു 14-15 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിച്ചൂടെ? കിട്ടും തോന്നുന്നു. TV പൊതുവെ മൈലേജ് പറയുന്നത് കേൾക്കാം. മൈലേജ് 7 സീറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വാഹനമാണ് TUV. നിങ്ങൾ ബൊലേറോ അങ്ങനത്തെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സെയിം കാറ്റഗറി വണ്ടി ആ കാറ്റഗറിയിൽ ഒരു വാഹനമാണത്. ഓക്കെ. ബൊലേറോ 2 ടൈപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ബൊലേറോ നിയോ എന്ന് പറഞ്ഞ ഈ ഷേപ്പ് തന്നെയാണ് പുതിയ ഇറങ്ങിയത്. മറ്റേത് സാധാ ബൊലേറോ ടൈപ്പ് തന്നെ വന്നിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടി? 76,000 കിലോമീറ്റർ. 76 പറയുന്നുണ്ടല്ലേ. ഓക്കെ. 2016 മോഡൽ T8. എത്ര കൊടുക്കാം? T8 ഇത് നമുക്ക് നെറ്റ് 5,55,000 രൂപ കൊടുക്കാം. 5,55,000 നെറ്റ് കൊടുക്കാം. നെറ്റ് റേറ്റ്. ഓക്കെ. ഒരു 7 സീറ്റർ വാഹനം 5,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2016 മോഡലുണ്ട്. 2016 മോഡൽ അത്യാവശ്യം മോഡലുണ്ട്. കിലോമീറ്ററും കുറഞ്ഞ കിലോമീറ്ററാണ്. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു 5 ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം. ഓക്കെ. 5 വർഷത്തേക്കായിരിക്കും EMI വരുന്നത്. ഏകദേശം ഒരു 11 സംതിങ് റേഞ്ചിലാണ് EMI വരുന്നത്. ഓക്കെ. അപ്പോൾ 55,000 രൂപ നിങ്ങൾക്ക് ഇറക്കാനും പറ്റും. ഇറക്കാൻ പറ്റിയ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു 7 സീറ്റ് വാഹനം അന്വേഷിക്കുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ. മഹീന്ദ്രയുടെ വാഹനം ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുരുമ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. തുരുമ്പ് വെച്ചാൽ പെയിന്റ് പോവാതെ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുക. അത് അത്രയും റഫ് ആയിട്ട് നമ്മൾ മഴയും വെയിലൊക്കെ കൊണ്ട് പുറത്തിട്ടാൽ മാത്രമേ. അധികം ബീച്ച് സൈഡ് അങ്ങനത്തെ അടുത്തൊന്നും കൊണ്ടുനടക്കുക. മഴയും വെയിലത്തും കൊണ്ട് യൂസ് ചെയ്യാത്ത മഴയും വെയിലും കൊള്ളുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാലാണ് ആ ഒരു പ്രശ്നം കാണുന്നത്. പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്താൽ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പെയിന്റ് കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. മാരുതി സുസുക്കി എക്സ്പ്രസോ KL 5 കോട്ടയം വണ്ടി. നമ്മളിന്ന് കുറെ 1 ലിറ്റർ വാഹനം കാണിക്കുന്നുണ്ടല്ലേ? അതെ, ഇത് 1 ലിറ്റർ ആണ്. ചെറിയ വാഹനങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 21 മോഡലാണ്. VXi പ്ലസ്. ഓക്കെ. വാഹനങ്ങളൊക്കെ 20-21 വാഹനങ്ങളാണ് വാഹനങ്ങൾ കാണിക്കുന്നത്. അതെ, തീർച്ചയായും. VXi പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. 10 കിലോമീറ്റർ. അതെ. മൊത്തം വണ്ടി ഷോറൂമിൽ നടക്കേണ്ട ലാഘവത്തിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. ഓക്കെ. മാനുവലാണ്. മാനുവൽ VXi പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് എക്സ്പ്രസോന്റെ മൈലേജ് തന്നെയാണ്. 1000 cc അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന 20 എന്തായാലും മൈലേജ് കിട്ടും. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണിത്. അങ്ങനെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അതും കുറവായിരിക്കും. ഒരു ഫാമിലിക്ക് 5 ആണെങ്കിൽ ഒരു ഫാമിലിക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. ഓക്കെ. നമ്മൾ കിഡിനെ കൊണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ. ഇതിൽ വരുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കാരണം മാരുതി ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പഠിക്കാന്നില്ല അല്ലേ? ഓക്കെ. ഇതിപ്പോൾ എത്ര നെറ്റ് റേറ്റ് എങ്ങനെയാണ്? ഈ നെറ്റ് നമുക്ക് 4,45 കൊടുക്കാം. 4,60 പ്രൈസിങ് എടുക്കുന്നത്. ഓക്കെ. 4,45 നമുക്ക് 2021 വാഹനം 15,000 കിലോമീറ്റർ മാത്രം ഓടിയ 2021 VXi പ്ലസ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം.
ലോണ് EMI ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 9 സംതിങ് വെച്ചിട്ട് EMI വരാം. ഓക്കെ, 5 വർഷത്തേക്ക്. ഏകദേശം നമ്മളിപ്പോൾ പറയുന്ന വാഹനങ്ങളെല്ലാം ഒരു 50-55,000 45,000 ഇതിപ്പോൾ 40,000 ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടികൾ 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് പറയുന്നത്. പിന്നെ EMI ഒരിക്കലും പറയുന്നത് കറക്റ്റ് EMI അല്ല, കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നത്. ചില കമ്പനികൾ അനുസരിച്ച് നിങ്ങളുടെ പലിശ കൂടുതലാണെന്നുള്ളത്. ഒരിക്കലും നമ്മളല്ല പിന്നെ ലോൺ ചെയ്യുന്നത്, നമ്മൾ പുറത്തുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിലേക്ക് അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ലോണിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് പെർസെന്റേജ് എത്രയാണ്, കറക്റ്റ് EMI എത്രയാണെന്നുള്ളത് ബാങ്കിൽ നിന്നാണ് അവരാണ് പറഞ്ഞിരുന്നത്. ഒരിക്കലും നമുക്ക് അതിനകത്ത് ഒരു റോളുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ടീം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്കുള്ള സഹായം ഒരു സപ്പോർട്ട് മാത്രമാണ് പറഞ്ഞിരുന്നത്. EMI ഏകദേശം നിങ്ങളുടെ വരുമാനം അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം റേഞ്ചാണ് പറഞ്ഞിരുന്നത്. ഒരു 10 രൂപ വരുമാനമുള്ളവന് ഒരു 9 രൂപ അല്ലെങ്കിൽ 10 രൂപ EMI പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ട കാര്യമില്ല. കാരണം അവന്റെ വരുമാനം EMI തമ്മിൽ ഈക്വൽ ആയി പോകില്ല, മാനേജ് ചെയ്ത് പോകാൻ കഴിയില്ല. ഞാൻ വെച്ചാൽ 15-20 എങ്കിലും വരുമാനമുള്ളവന് 10 രൂപ അല്ലെങ്കിൽ 12 രൂപ EMI പറ്റുള്ളൂ. അപ്പോൾ അതിന് കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് റഫ് ആയിട്ട് എമൗണ്ട് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ അടുത്ത് പെടാൻ പാടില്ല, നമ്മുടെ ചിലവാണ് നടക്കണം അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത എലൈറ്റ് ഷേപ്പ് i20 ആണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. 7 രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 2016 മോഡൽ എലൈറ്റ് i20 പെട്രോൾ എഞ്ചിനിൽ സ്പോർട്സ് എന്നുള്ള വേരിയന്റ് വരുന്നത്. ഓക്കെ, ഫുള്ളിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയന്റ് ആണ് സ്പോർട്സ്. ഓക്കെ, 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റാറിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്ക്, സിംഗിൾ എയർ ബാഗ്, അങ്ങനെ ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡിഫോഗർ കാര്യങ്ങളെല്ലാം വരും. അലോയ്സ് വരുന്നില്ല, കിട്ടില്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അടിപൊളി അലോയ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ്, സൈഡിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വാഹനം ഒരു 13, 14, 15 റേഞ്ചിൽ പെട്രോൾ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു 13 പ്രതീക്ഷിച്ചാൽ മതി. 13 ആവറേജ് നമുക്ക് ഒരു മൈലേജ് പ്രതീക്ഷിക്കാം. 12 കാരണം കുറച്ച് മൈലേജ് പെട്രോളിൽ കുറവാണ്, ഡീസലിനുള്ള മൈലേജ് കിട്ടുന്ന വാഹനമാണ്. പക്ഷേ പെട്രോളിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് CNG കിറ്റ് കയറണേ ചെയ്യാം. CNG കിട്ടണമെങ്കിൽ ചെയ്യാം. CNG ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ മൈലേജ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഓടിക്കാം ഒരു രക്ഷയില്ല. പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ i20യുടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാ വീട്ടിലും പറയുന്നതാണ്. അപ്പോൾ അത്രയും നല്ലൊരു കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായിന്റെ i20 എലൈറ്റ് i20. പുതിയ i20നെ പറ്റി എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ഈ ഒരു ഷേപ്പിന് തന്നെയാണ് ഒന്നും കൂടി ഇപ്പോഴും ആവശ്യക്കാർ കൂടുതലുള്ളത്. i20 കാണുന്ന ഏക ഒരു പ്രശ്നമാണ് ഈ ഒരു ചെറിയ രീതിയിലൊരു പെയിന്റ് പറയുന്നൊരു പ്രശ്നം. ഒരു 60% i20ക്കും ഈ ഒരു സെയിം പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. i20 ഈ ഒരു 13, 14, 15, 15 ഈ ഒരു എലൈറ്റിൽ വരുന്ന 14, 15, 16 ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾക്ക് അത് പിന്നെ i20 ഇതായാലും ക്രോസ് ടൈപ്പ് ആയാലും അതും വരുന്നുണ്ട്. ഒന്നുകിൽ ബോണറ്റിന്റെ ഈ ഒരു ഭാഗങ്ങളിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഡിക്കിയുടെ ഭാഗം, ഈ 2 പീസിനാണ് ഇത് വരുന്നത്. ചെറിയ രീതിയിൽ പെയിന്റ് പറഞ്ഞു വരുന്ന പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും i20 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു കോമൺ കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒട്ടനവധി വാഹനങ്ങൾക്ക് സെയിം പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് ഫൈനൽ റേറ്റ്? ഇത് നെറ്റ് നമുക്ക് 4,60,000 രൂപ കൊടുക്കാം. 2016 സ്പോർട്സ് 4,60,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമുക്കൊരു 4.5 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം ഫുൾ ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും EMI സൗകര്യം വരുന്നത്. ഒരു 10 രൂപ അല്ലെങ്കിൽ 10 സംതിങ് വെച്ചിട്ടാണ് ഇതിന്റെ EMI വരുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ലോൺ കിട്ടുന്ന ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ്. ഒന്നും നോക്കാനില്ല, നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോണിന്റെ കാര്യം, വേറെ ഒന്നുമില്ല. ട്രാക്കും സിബിലും നോക്കിയതിനു ശേഷമാണ് എമൗണ്ട് ഫൈനലാവുന്നത്. ചിലപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഫുൾ ലോൺ എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് സിബിൽ കറക്റ്റ് ആവണം, പിന്നെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. പലരും ഫുൾ ലോൺ പ്രതീക്ഷിച്ച് വരും. അതാണ് സ്വന്തമായിട്ട് വീടുണ്ടായിരിക്കണം, ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. കിട്ടും, പക്ഷെ വലിയ എമൗണ്ട് ഒക്കെ ലോൺ ആകുമ്പോൾ അത് പ്രശ്നം വരും. പിന്നെ വീട്ടിലേക്ക് വഴി ഇല്ല എന്നുള്ളത്, റോഡ് ഇല്ല നോക്കും. അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് മാക്സിമം ലോൺ ചെയ്യുമ്പോൾ നോക്കും. എമൗണ്ട് കുറവാണ്, ഒരു ഇതിനൊക്കെ പകുതി മതി അല്ലെങ്കിൽ 60% മതി എന്നുണ്ടെങ്കിൽ ഈ ക്രൈറ്റീരിയസ് നമുക്ക് കുറച്ച് ഡീവിയേഷൻ കിട്ടും. മാക്സിമം ലോൺ കിട്ടുമ്പോൾ ഈ മാക്സിമം ലോൺ കൊടുക്കുന്നത് എനിക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി കഴിവുണ്ടോ എന്നും കൂടി ബാങ്ക് നോക്കും. അപ്പോൾ അത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ വന്നിട്ടുണ്ട്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ തന്നെയാണ്. നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഇതിലും അലോയ് നല്ല എറണാകുളക്കാർക്കെല്ലാം അലോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എങ്ങനെയാ? ഇത് 2018 മോഡലാണ്. XT സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഒരു പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം പൊതുവെ കുറവായിരിക്കും. XT എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ എന്ന് പറഞ്ഞോ, ഫുള്ളിന്റെ താഴേക്ക് താഴെ, അതായത് XC, XM, XT, XZ, XR പ്ലസ്. അപ്പോൾ ഏറ്റവും സെന്ററിൽ വരുന്ന ഓപ്ഷൻ XZ പ്ലസ് ഇല്ല. 2018 19 XZ പ്ലസ് സ്റ്റാർട്ട് ചെയ്തത്. 18 ഉണ്ടായിരുന്നല്ലോ. ഇല്ല, XZ പ്ലസ് വന്നത് 2019. അപ്പോൾ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്, ഫുള്ളിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഓപ്ഷൻ. കാരണം 2018 അലോയ് XZ അലോയ് ഉണ്ട്. 19 എത്തിയപ്പോൾ അത് XZ പ്ലസിലായി അലോയ്, XZ അലോയ് ഇല്ലാതെ.
അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അലോയ്സ് നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഓരോ പറഞ്ഞോ AC പവർ സ്റ്റാരിങ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല ടയേഴ്സ് ആണ്. നല്ല ടയേഴ്സ്, ഫുൾ കട്ട് ടയേഴ്സ് നടക്കുന്നുണ്ട്. ഒരു 16-17 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. വലിയ കാര്യപ്പെട്ട മെയിൻ്റെനൻസ് ഇല്ല. നല്ല കുറ്റിയുറപ്പുള്ള നല്ല ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നെറ്റ് നമുക്കിത് 3,90,000 രൂപയ്ക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ഓണിൽ 3,90,000 2018 XT ടിയാഗോ സ്വന്തമാക്കാം. ഫസ്റ്റ് ടൈപ്പ് ടിയാഗോ സ്വന്തമാക്കാം. ഫുൾ ഓണാണ്. EMI എത്ര വരും? 5 വർഷത്തേക്കായിരിക്കും ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 8 സംതിങ് 9 അടുപ്പിച്ചാണ് ഇതിന് EMI വരുന്നത്. EMI ഓക്കെ. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ടിയാഗോ സ്വന്തമാക്കാം. ക്രൈറ്റീരിയകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ സെയിം ക്രൈറ്റീരിയ. ഫുൾ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയസ്. വേറെ പണിയോ കാര്യമൊന്നുമില്ലല്ലോ? വേറെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. അടുത്തത് ഒരു അടിപൊളി റെഡ് ബെലേനോ ആണ്. KL 29 രജിസ്ട്രേഷൻ വാഹനം. എവിടെയാ 29? അറിയില്ല. കായംകുളം. ഓക്കെ. 2018 മോഡലാണ്. സീറ്റ എന്നുള്ള പേരിന്റെ പെട്രോൾ എഞ്ചിന്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ. KL 29 കായംകുളം. സീറ്റ എന്നുള്ള പേരിന്റെ ഫുള്ളിന്റെ അൽഫന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷേ വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് കൺട്രോൾ തുടങ്ങിയ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. കുറവുള്ളത് ഹെഡ്ലാമ്പ്, ഒരു ഹെഡ്ലാമ്പിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ക്രോം ഇങ്ങനെ ആ ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരും. പിന്നെ ബാക്ക് വൈപ്പർ ഡിഫോഗർക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണ് വ്യത്യാസം? ഒരു ചെറിയ ഡിസ്പ്ലേ കുറവുണ്ടാവും. നാവിഗേഷൻ അടങ്ങിയ ഡിസ്പ്ലേ ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിൽ സാധാരണ നോർമൽ സ്റ്റീരിയാണ് വരിക. അങ്ങനെ കൊച്ചു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അൽഫയും സീറ്റയും തമ്മിലുള്ള വേരിയന്റൽ ഫീച്ചേഴ്സുള്ള വ്യത്യാസം. ബേസിക്കിനപ്പുറത്തേക്കൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്നത് 1.2 അല്ല എഞ്ചിൻ വരുന്നത്. അത് 1.3 ആണ്. പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ആണ്. i20 ബലേനോ പോളോ എന്നൊക്കെ പറയുന്നത്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 80,000 കിലോമീറ്റർ. 80,000 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓട്ടോ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ പോയിട്ടുണ്ട്. പെട്രോൾ 1.2. ഓക്കെ. അത് മൈലേജുള്ള സെഗ്മെന്റ് ആണ്. ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്നതുകൊണ്ട് ആണ് ഈ റണ്ണിങ് വരുന്നത്. അതെ. ഓക്കെ. നല്ല സീറ്റ് ഹൗസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എടുക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. എത്ര വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം. ഓക്കെ. എത്ര കൊടുക്കുന്നത്? ഈ നെറ്റ് നമുക്ക് 6,25,000 രൂപ. 6,25,000 2018 സീറ്റ നിങ്ങൾക്ക് സീറ്റ സ്വന്തമാക്കാം. ഓക്കെ. ഒരു 5.5 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. ഒരു 1 lakh കണ്ടാൽ ഇറക്കാം. 1 lakh ഉണ്ടെങ്കിൽ 1 lakh വേണ്ട, ഒരു മാക്സിമം 1 lakhന്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. 5 വർഷത്തേക്കായിരിക്കും EMI സൗകര്യം. ഒരു 13 റേഞ്ചിൽ 12 to 13 രൂപ റേഞ്ചിലാണ് EMI വരുന്നത്. ഓക്കെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായി സാൻഡ്രോ ആണ്. KL 11 രജിസ്ട്രേഷൻ. കോഴിക്കോട് 19 മോഡൽ സാൻഡ്രോ സ്പോർട്സ് എന്ന വേരിയന്റ് ആണ്. ഓക്കെ. ഗോൾഡൻ കളറാണ്, ഒരു വെറൈറ്റി കളർ. സ്പോർട്സ് ആണ് ആസ്റ്റിന്റെ തൊട്ട് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്. 2022 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മറ്റേ 4 സ്റ്റിക്കർ വരുന്നുണ്ടോ? i20 പോലെ i20യുടെ ഹ്യൂണ്ടായിന്റെ എല്ലാ വാഹനങ്ങൾക്കും 2010 മുതലുള്ള വാഹനങ്ങൾക്ക് 4 സ്റ്റിക്കർ വരും. പൊല്യൂഷൻ സ്റ്റിക്കർ വരും. അതൊക്കെ ഒറ്റയ്ക്ക് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാവും. ഒരു ഫാസ്റ്റാഗ് മാത്രം, 2 ഫാസ്റ്റാഗ് ആണ്. അല്ലാത്ത കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കേഴ്സും ഇല്ല. പിന്നെ റീപ്ലേസ് ചെയ്താൽ വരുന്ന ഈ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇത് റീപ്ലേസ് ചെയ്താൽ മാത്രം ഈ ഒരു വൈറ്റ് സ്റ്റിക്കർ വരുള്ളൂ. ഇത് എവിടെ കണ്ടോ മനസ്സിലാക്കിക്കോ, ആ ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. അതേപോലെ ചില കേസിന് ഒരു ചെറിയ സ്ക്വയറിൽ ഇവിടെ ചെറിയൊരു സ്റ്റിക്കറും വരും. നമ്പർ ഒന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല, ദൂരെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ലൈൻ, ഈ ഒരു സ്റ്റിക്കർ, വിരലിന്റെ അത്ര വലിപ്പമുള്ള സ്റ്റിക്കർ നിങ്ങൾ കണ്ടോ, അത് റീപ്ലേസ് ആയിരിക്കും. ഹ്യുണ്ടായുടെ വണ്ടിയാക്കാം. ഇനിയിപ്പോ സാധാരണ മറ്റുള്ളവർക്ക് ഇതും കളയാൻ തുടങ്ങും. അതെ. ഓക്കെ. എല്ലാ ബ്രാൻഡിലും ഈ സ്റ്റിക്കർ ഉണ്ട്. റീപ്ലേസ് ചെയ്ത നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡും ഈ സ്റ്റിക്കർ വരും. ഹ്യുണ്ടായിക്ക് 4 സ്റ്റിക്കർ ഉണ്ടാവും അല്ലേ? ഹ്യുണ്ടായി ഒറിജിനൽ ആണെങ്കിൽ 4 ചെറിയ റൗണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ഇത് റീപ്ലേസ് ചെയ്ത് ഏത് ബ്രാൻഡ് ആണെങ്കിലും ഏത് ഗ്ലാസ് ആണെങ്കിലും ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് 2019 മോഡൽ സ്പോർട്സ്. ഓട്ടോ എത്ര പോയി? 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നോർമൽ ഓട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. 1 ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. എത്ര കൊടുക്കാം? ഫീച്ചേഴ്സും വരും. സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആയതുകൊണ്ട് അത്യാവശ്യം സ്റ്റാരിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ AC-വിന്റെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ബെൻസിലൊക്കെ വരുന്ന അതേ ടൈപ്പ് AC-വിന്റെ ആണ് ഇതിനകത്ത് വരുന്നത്. കുറച്ച് ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഡിസൈൻ അപാരാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാ പ്രൈസിങ്? എങ്ങനെയാണ് ഇത്? നമുക്ക് നെറ്റ് 3,90,000 കൊടുക്കാം. 3,90,000 2019 സ്പോർട്സ് സാൻഡ്രോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. ഒരു 3,60 ഒക്കെ ഇതിനകത്ത് ഫിനാൻസും കൊടുക്കാം. അപ്പോൾ ചെറിയ ലോൺ, ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ നല്ല ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വാഹനമാണ്. EMI കൂടെ 5 വർഷത്തേക്കായിരിക്കും നമുക്ക് ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 7,500-8 രൂപ റേഞ്ചിൽ EMI വരും. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഒരു i20 തന്നെ. എലൈറ്റ് KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വാഹനം അല്ല? അതെ. ഇത് ഡീസലോ പെട്രോളോ? പെട്രോൾ തന്നെ. ഓക്കെ. എങ്ങനെയാണ് വേരിയന്റ്? നമ്മൾ നേരത്തെ ഒരു i20 സ്പോർട്സ് ആണ്, സെയിം ഫീച്ചേഴ്സ് തന്നെ. ഓക്കെ. പിന്നെ
1 lakh നിയർ ബൈ കിലോമീറ്റർ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. സർവീസ് കാര്യങ്ങളൊന്നും പ്രോപ്പർ പോയിട്ടുണ്ട്. ഓക്കെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് സിംഗിൾ എയർ ബാഗ്, ABS എല്ലാം പറയാൻ എന്താ അല്ല നേരത്തെ തന്നെ അതേ റേറ്റ് ആണോ? സെയിം റേറ്റ് തന്നെ 440 എത്രയാണ് പറഞ്ഞത്? 460. സോറി 2016 i20 സ്പോർട്സ് മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ 10 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു വാഹനമാണ്. ഇത് പെട്രോൾ തന്നെയാണ്, CNG ആണ് ചെയ്യാം, അത്രേ ഉള്ളൂ. സെയിം നേരത്തെ കണ്ടതിന് കളർ വ്യത്യാസം. ഈ ഒരു കളർ അതിനകത്ത് അലോയ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് അലോയ് ചെയ്തിട്ടില്ല. റെഡ് കളറാണെന്ന് മാത്രം. ചില ആൾക്കാർക്ക് കളർ ചോയ്സ് ഉണ്ടാവും. റെഡിന് കുറച്ചും കൂടി ആവശ്യക്കാരി i20. തീർച്ചയായും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ റെഡ് നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. സെയിം ഫീച്ചേഴ്സ്, സെയിം മോഡൽ, സെയിം എമൗണ്ട് ലോണും കിട്ടും. സെയിം എമൗണ്ട് നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. EMI അത്ര തന്നെ ഏകദേശം ഉണ്ടാവും അല്ലേ? സെയിം, ഓൾമോസ്റ്റ് സെയിം. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഔട്ട് ഓഫ് സിലബസ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് അനീസ്ഖാനോട്. പലരും ഈ നമ്പേഴ്സ് കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല. ഈ 1 മന്ത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്. ഈ 100-ന് മുകളിൽ പോകുന്നവർ പലരും വിശ്വസിക്കുന്നില്ല. 100-ന് മുകളിൽ ഇല്ല, അത് നമ്പറാണ്, മറ്റേതാണ്, വർഷമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി നമുക്ക് ബാക്കിയുള്ളവർക്കൊരു ഞാൻ അനീസ്ഖാന്റെ സ്റ്റാറ്റസ് കാണല്ലോ, എന്തായാലും 8 വണ്ടി 5 വണ്ടിയൊക്കെ സ്റ്റാറ്റസ് വാട്സാപ്പിന്റെ പേഴ്സണൽ നമ്പർ ഏകദേശം ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4000-5000 ആൾക്കാർ യൂസ് ഉണ്ടാവും. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് കാണുന്നവർ, ഇതിനെ പോലത്തെ റെഗുലർ ആയിട്ട് കാണുന്നവർക്കറിയാം ഇത് ജെന്യൂൻ ആണെന്നില്ല. പിന്നെ അല്ലാത്തത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഷോപ്പുകളായിരിക്കും പറയാം. നീ വേറെ ഏതെങ്കിലും ഷോപ്പ് പറയുമ്പോൾ അത് നമ്പറാ, അത് ഫേക്കാന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത്ര നമ്പർ എത്താൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നോക്കി കഴിഞ്ഞാൽ അതെല്ലാം ഫുൾ ടീം വർക്ക് ആയിട്ടാണ് പോകുന്നത്. മൊത്തത്തിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? 27 പേരെ ഇപ്പോൾ. 2 മാസം മുമ്പ് 18-19 അതിങ്ങനെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ സെയിൽസിൽ ആളെ എടുത്തോ? ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ സെയിൽസ് മാത്രമല്ല, നമ്മൾ മാർക്കറ്റിംഗ് നോക്കണം, ഫിനാൻസ് നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ അതിനകത്തൊക്കെ ആൾക്കാർ പുതിയ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. സെയിൽസിൽ ഓൾറെഡി ടീം ഉണ്ട്, ഏകദേശം 5-6 പേരാണെങ്കിൽ ഒരു സെയിൽസ് ടീം മാനേജർ ഉണ്ട്, ടീം ലീഡർ ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അങ്ങനെ അതൊരു വിങ്, മാർക്കറ്റിങ്ങിന് വേറൊരു വിങ്, അങ്ങനെ എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു ഓവറോൾ റിസൾട്ടാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഒരു ടീം മോശമായി കഴിഞ്ഞാൽ മൊത്തം ഓവറോൾ റിസൾട്ട് നെഗറ്റീവ് ആവും. അപ്പോൾ ഇത് ഒരേ ലെവലിൽ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ സെയിൽ കാര്യങ്ങളെല്ലാം കൂടി വരുന്നത്. പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ള വെച്ചാൽ മാർജിൻ കുറച്ചിട്ട് നമ്പേഴ്സ് കൂട്ടുന്ന ഒരു പരിപാടി തന്നെയാണ്. നമുക്ക് അത് ഇപ്പോൾ ഇതിന് വലിയൊരു മറ്റൊരു അഡ്വാൻറ്റേജ്, മറ്റിപ്പോൾ ഏതൊരു ഷോറൂമിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു പ്രൈസിന് വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൈസിന് വിൽക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അപ്രൂവൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ വേണ്ടി വരും ചെയ്യാൻ. ഇത് എല്ലാം എൻ്റെ നിയന്ത്രണത്തിലെല്ലാം ആയതുകൊണ്ട് ഓൾ ഇൻ ഓൾ ആയതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ട ഈ വാഹനം പോകാൻ പറയാം, ഈ വണ്ടി നമുക്ക് സെയിൽ ചെയ്യണം, ഇത് ലോസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു സ്ഥാപനത്തിൽ പോയി ഇത്രയും വലിയ വണ്ടികൾ മറ്റൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അതോറിറ്റി ഉണ്ടാവും, മേൽക്ക് അതോറിറ്റി മെയിലായി കണ്ടിട്ട് അപ്രൂവൽ എടുക്കേണ്ടി വരും. അതിന് അപ്രൂവൽ ചിലപ്പോൾ 2 ദിവസം സമയം എടുക്കും, അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാന്ന് പറയും. ഇതിന് സെക്കൻഡ്സ് കൊണ്ട് ഇവിടെ ക്വിക്ക് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സെയിലാക്കണം. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സെയിൽ കുറവാണ്. ഇന്നിപ്പോൾ 1-2 വണ്ടി മാത്രമേ നമുക്ക് എങ്ങനെ ഒരു മിനിമം ഒരു 5-6 വണ്ടി ഒരു ദിവസത്തിൽ നമുക്ക് ഇവിടെ ടാർഗറ്റ്. ഞാൻ കാണലുണ്ട് സ്റ്റാറ്റസ്, ഞാൻ കാണലുണ്ട് ഡെയിലി ഏകദേശം ആ ഒരു കൗണ്ടിൽ തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഏകദേശം അത് തന്നെയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരാൾ മടങ്ങിപ്പോകില്ല. ഏത് സെഗ്മെന്റ് വണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ആളുകൾ വരുന്നത്, ആ സെഗ്മെന്റ് കംപ്ലീറ്റ് ഉണ്ടാവും, എല്ലാ സെഗ്മെന്റും. പിന്നെ അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കസ്റ്റമർ നിൽക്കൊണ്ട് നോക്കും, അതിനൊക്കെ ഒപ്പം ആളും ഉണ്ടാവും. അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ തന്നെ ഒരാളെന്തായാലും അതില്ലാത്തൊരു കുറച്ച് മാസങ്ങൾ മുമ്പ് അതിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. കറക്റ്റ് ഇവിടെ നോക്കി എത്താത്തൊരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടീമും ഒക്കെ അത് നോക്കാൻ, ഇത് മാനേജ് ചെയ്യാൻ വേറെ ആളെ വെച്ചു. അങ്ങനെ സ്റ്റാഫിന്റെ എണ്ണം കൂട്ടി. പക്ഷേ 27-28 സ്റ്റാഫ് ഇപ്പം നിലവിൽ ഇവിടെ ആയി. അടിപൊളിയായി വരട്ടെ. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനാണ് ഇനി അടുത്ത ബ്രാൻഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അടുത്ത ലെവലിലുള്ള നമ്മുടെ ഡീറ്റെയിലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം അത് നമ്മൾ വീണ്ടും അടുത്ത ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഓരോ വരവിനും ഇവിടെ ഓരോ ചേഞ്ചസ് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ക്യാബിൻ മാറി ഒരു ഫസ്റ്റ് നമ്മൾ ഈ ഒരു 2ാമത്തെ ഷോറൂം, ഇപ്പുറത്തെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തപ്പോൾ ക്യാബിനൊക്കെ 2 സൈഡായിട്ട് കിടക്കായിരുന്നു. അപ്പൊ അത് മൊത്തം മാറ്റി എല്ലാം ഒന്നാക്കി. ഓക്കെ. അപ്പോൾ ഒരു കമ്പനി ലെവലിലുള്ള അപ്ഡേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റും. അത്ര സ്റ്റോക്കാണ്. പ്രീമിയം സെഗ്മെന്റ്, പ്രീമിയം അല്ല, നമ്മുടെ നോർമൽ സെഗ്മെന്റ്. സാധാരണക്കാരൻ്റെ ഒരു 10 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ വരുന്ന വണ്ടികൾ ഏത് വാഹനം ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡും, സ്കോഡ മുതൽ എല്ലാ ബ്രാൻഡും സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഓട്ടോമാറ്റിക് വണ്ടികൾക്കായിട്ട് സ്പെഷ്യൽ ഏരിയ ഉണ്ട്. ഒരു ഷോറൂമുകൾ അത്രയും ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് വാഹനങ്ങളും സ്റ്റോക്ക് അവൈലബിൾ, ചെറുതും വലുതായിട്ടുള്ള എല്ലാ സ്റ്റോക്കും ഉണ്ട്. ഇനി ചെറിയ വാഹനങ്ങൾക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെക്ഷൻ തുടങ്ങണം. ഒരു 30 വണ്ടി ആയിട്ട് 30 വണ്ടി പാർക്കിംഗ് ആണ് അവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്രയും വണ്ടികൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കുറച്ച് ചെറു വണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഇവിടെ ഒന്നും കൂടി
ഏരിയ കിട്ടും, നമുക്ക് പുതിയ സ്റ്റോക്കുകൾ വീണ്ടും കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള അപ്ഡേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ, ട്രൂ ചോയ്സിന് മാറാൻ പോകുന്നത് കാർലെറ്റ് ബൈ ട്രൂ ചോയ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പെട്ടെന്ന് കാർലെറ്റ് എന്നുള്ള പേരുണ്ടെങ്കിൽ ട്രൂ ചോയ്സ് അല്ലല്ലോ എന്നുള്ളത് തെറ്റിയിരിക്കണ്ട. ട്രൂ ചോയ്സ് തന്നെയാണ്. ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാർലെറ്റ് എന്നുള്ളൊരു പേരിലേക്ക് ചേഞ്ച് ചെയ്താണ്. ഓക്കെ, മറന്നു വേണ്ട. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടം. ഇതിനകത്ത് വേറെ ഉണ്ടോ? ഇതിലിപ്പോൾ ഗോസിപ്പ് വരും, അനീസ് ഷോപ്പ് വിറ്റു, പാർട്ണേഴ്സിനെ കൂട്ടി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരും. ഒന്നുമില്ല, ട്രേഡ് മാർക്കിന് വേണ്ടി മാത്രമാണ് ഈ ഒരു പേരിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഒന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് പുള്ളി എല്ലാം നോക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും കാർ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലോ എങ്ങനെയെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. അനീസ് കക്കിളിയെ രേഖപ്പെടുത്താം അല്ലേ, നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നതാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോയിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞത്, അതായത് ചിലപ്പോൾ കസ്റ്റമർ നോക്കി എത്തുന്നില്ല, അതൊക്കെ കമന്റ് ബേസിലാണ് നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഓരോരോ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കമന്റുകൾ വെറുതെ വില കൂടുതൽ പറയുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ വന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം, സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ആൾ 100% അല്ലെങ്കിൽ 100% ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണോ പ്രശ്നം വരുന്നത് ആ പ്രശ്നത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം. ഒരാൾ ഇന്ന കമന്റ് പറഞ്ഞു അല്ലെങ്കിൽ മോശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓ പറഞ്ഞല്ലോ എന്നല്ല, അതിന് എന്താണോ നമുക്ക് ബെറ്റർ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക അത് നമ്മൾ കൊടുത്തോണ്ട് അത്രേ ഉള്ളൂ. അപ്പോഴേ വളരെ സാധിക്കുള്ളൂ, അപ്പോഴേ നമുക്ക് വളർച്ചുള്ളൂ. അതെ, എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അനീസ് ഖാ, വളരെ നന്ദി. അടുത്ത മാസം കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ബൈ.